രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റുകൾ തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമുള്ള ബോധപൂർവമായ ശ്രമം. 2024 മെയ് മാസത്തിലാണ് മിസ്കാരേജ് സംഭവിക്കുന്നത്. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിൻ്റെ ഫലമായിരുന്നു ആ മിസ്കാരേജ് എന്നും അതിജീവിതയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എന്നെ അധിക്ഷേപിക്കണം, വ്യക്തിഹത്യ നടത്തണം, സ്ലട്ട് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിങ് നടത്തണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ ഞാൻ പുറത്തുവിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായിട്ടാണ് മൂന്നാം പരാതിക്കാരി രംഗത്തെത്തിയിരിക്കുന്നത്. അതിജീവിതയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റുകൾ തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അതിജീവിത ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഫെനിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും എന്റെ പ്രഗ്നൻസി ഡിനൈ ചെയ്തതും എന്നെ സ്ലട്ട് ഷെയിം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. സാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാരോട് ഇനി പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂരൽമല ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കൂപ്പൺ ചലഞ്ചിലൂടെയാണ് ഫെനിയെ പരിചയപ്പെടുന്നത്. രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ടെന്ന് ഫെനി വിശ്വസിപ്പിച്ചിരുന്നതായും ഒരിക്കൽ സമരത്തിനിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും പണമില്ലെന്ന് പറഞ്ഞ് തന്നിൽ നിന്ന് പണം വാങ്ങിയതായും അതിജീവിത പറയുന്നു. ഇതൊക്കെ ഫെനിക്കറിയാം. ഫെനിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയോ? അവനറിയാം ഇതിന്റെ റീസൺ ഈ രാഹുലാണെന്നറിയാം. ഈ അറിയുന്ന ഫെനി തന്നെയാണ് ഇപ്പൊ എന്നെ പറ്റി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവരെല്ലാരും ഒരേ കൂട്ടുകാരനെ ഇപ്പൊ രക്ഷിക്കേണ്ടതിന്റെ അത്യാവശ്യമായതുകൊണ്ട് എനിക്കൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ല. കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിനായി രാഹുലിനെ കാണാൻ പാലക്കാട് എത്തിയെങ്കിലും അതിന് അനുവദിച്ചില്ലെന്ന പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശത്തിലുണ്ട്. രാഹുലിന്റെ സ്റ്റാഫ് തങ്ങളെ ദിവസം മുഴുവൻ പലയിടങ്ങളിലായി ഓടിച്ചു. പരാതി നേരത്തെ നൽകിയിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവില്ലായിരുന്നുവെന്നും അതിജീവിത ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.